അയ്യ വണക്കം, ബൈ ബൈ, ഖത്തം, ടാറ്റ, ഗയ എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലും 3 യൂണിയൻ ടെറിട്ടറികളിലും വോട്ടർ പട്ടിക സമ്പൂർണ്ണമായിട്ടും മരവിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ വോട്ടർ പട്ടിക മരവിപ്പിച്ചത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിന് നമ്മുടെ നാട്ടിൽ ഇന്നു മുതൽ തുടക്കമാകുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ബീഹാറിലായിരുന്നു ഇത് നടന്നിരുന്നത്. എന്തായിരുന്നാലും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാർക്ക് മിണ്ടാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ടല്ലോ. ഈ വോട്ട് ചോരി എന്ന് പറയുന്ന സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നടത്തിയ ചൊറി യാത്ര അത് അവസാനം അടിയിലും കുത്തിലുമാണ് കലാശിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം ഓട്ടിച്ചിട്ടാണ് ബീഹാറിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. മുണ്ടും പറിച്ചുകൊണ്ടാണ് അടിയുണ്ട് അവന്മാർ ഓടുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഈ വോട്ട് ചോരി യാത്ര നടത്തിയ രാഹുൽ ഗാന്ധിക്ക് പോലും എതിർക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയ്ക്ക് പഴുതടച്ചാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഈ സാധനം നടത്തുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സുഡാപ്പികൾ ഇതിനെ അച്ചമുച്ച് എതിർക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ വിഷയം ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ സുഡാപ്പി ചാനൽ കൃത്യമായിട്ട് അറിഞ്ഞ് ഇതിന് വാർത്ത ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, ഇത്തരത്തിലുള്ള പൗരത്വം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആദ്യം അവറ്റകളുടെ കയ്യിലാണ് എത്തുന്നത്. നരേന്ദ്രമോദി സർക്കാർ എന്തെങ്കിലും ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഇവന്മാർ ഇവിടെ പ്രതിഷേധം തുടങ്ങും എന്നുള്ളതാണ് യവന്മാരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. തുടങ്ങിക്കഴിഞ്ഞു. ബംഗാളിൽ ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ്, അതായത് SIR ബംഗാളിലേക്ക് വരുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ പോകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ബംഗാളാണ്. കാരണം അവിടെയാണ് ഈ ബംഗ്ലാദേശിൽ നിന്നും വന്ന ഏറ്റവും കൂടുതൽ നുഴഞ്ഞു കയറ്റക്കാറുള്ളത്. ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന പല ജില്ലകളെന്ന് പറയുമ്പോൾ എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ 6 ജില്ലകൾ ഇവിടെ റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ കൂടാരമായി മാറിക്കഴിഞ്ഞു. ആ റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ ബലത്തിലാണ് മമതാ ബാനർജി കിടന്ന് ഞെളിയുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ആ റോഹിംഗ്യൻ മുസ്ലിംസിനെ എല്ലാം അവർ നമ്മുടെ നാട്ടുകാരല്ല, അവർ കുടിയേറി വന്ന് പാർത്തവരാണ്. അങ്ങനെ കുടിയേറി വന്ന് പാർത്തവന്മാരെ എല്ലാം ഇനി ആടിയും കൊടുത്ത് പുളിയും കുടിച്ച് പുറത്താക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുഷ്പം പോലെ അവരത് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഒരു ഭീകരമായിട്ടുള്ളൊരു കലാപത്തിനാണ് ബംഗാൾ ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പതിയെ ആ കലാപം രാജ്യം മുഴുവൻ പടർത്താനുള്ളൊരു ശ്രമവും ഈ സുഡാപ്പികൾ നടക്കുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ഇപ്പോൾ ഡീല് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപ്, വ്ളാഡിമിർ പുടിൻ, സെലൻസ്കി, നെതന്യാഹു എന്നിവരുമൊക്കെ ആയിട്ടാണ്. അതായത് പുള്ളിക്കാരൻ ഈ ലീഗ് വിട്ടുകഴിഞ്ഞു. പുതിയ ലീഗിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി കടന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ നാട്ടിൽ നടത്തുന്ന കുത്തിത്തിരിപ്പുകാരെയെല്ലാം അദ്ദേഹത്തിന് ഡീല് ചെയ്യുക എന്നുള്ളത് ഒരു പൂ പറിക്കുന്നത് പോലെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നവർ മനസ്സിലാക്കിയിരുന്നാൽ നല്ലത്. അവർക്ക് നല്ലത്, അല്ലെങ്കിൽ അവർക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ അവർക്കിട്ട് കൊള്ളും എന്നുള്ളത് മാത്രമേ ഈ കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്തായിരുന്നാലും എന്താണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്? ഒരു വലിയ വിപ്ലവത്തിനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആരും തൊടാൻ മടിക്കുന്ന, അല്ലെങ്കിൽ ഏതൊരു നേതാവും തൊടാൻ ഭയക്കുന്ന ആ ഒരു മേഖലയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും ഇലക്ഷൻ കമ്മീഷനും ഇപ്പോൾ തൊട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയണം. കാരണം നമ്മുടെ രാജ്യത്തെ അതിർത്തികൾ എപ്പോഴും തുറന്നു കിടക്കുകയാണ്. ഏത് പട്ടിക്കോ പൂച്ചയ്ക്കോ നമ്മുടെ രാജ്യത്തിനകത്ത് കയറി വരാം, അന്തസ്സായിട്ട് ബോംബ് സ്ഫോടനം നടത്താം, ഇവിടെയുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാം. നമ്മുടെ പെരുമ്പാവൂർ കേസൊക്കെ അറിയാലോ. ആ പെരുമ്പാവൂർ കേസിലൊക്കെ പിടിയിലായ വ്യക്തി എന്ന് പറയുന്നത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ്. അന്യസംസ്ഥാന തൊഴിലാളി എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിലെ കള്ളഞ്ഞ് കൊലപാതകയൊക്കെയാണ്. അപ്പോൾ യവന്മാർ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ നിന്ന് നേരെ എങ്ങോട്ടാണ്, ഈ കേരളത്തിലേക്കൊക്കെ വന്നാണ് പാർക്കുന്നത് എന്ന് നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്. അതായത് ഇവിടെ വന്ന് പാർത്ത ഈ ബംഗ്ലാദേശികളെയാണ് പോപ്പുലർ ഫ്രണ്ട് അവരുടെ ആയുധങ്ങളായിട്ടും സ്ലീപ്പർ സെല്ലുകളുമായിട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടില്ല. ഈ റിപ്പോർട്ടൊക്കെ പണ്ടേ പുറത്ത് വന്നതാണ്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ SIR നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്ന് ഇപ്പോൾ വോട്ടർ പട്ടിക മരവിപ്പിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബംഗാളിൽ കലാപത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അവറ്റകൾ തെരുവിലിറങ്ങി കഴിഞ്ഞു. অন্য সে মানুষ এখানে এসে বাস করলে তারা বিপদ পড়ে যাবে। ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇലക്ഷൻ കമ്മീഷനും എതിരെയാണ് ഇവറ്റകൾ തെരുവിലിറങ്ങി കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഭയക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് നടപ്പിലാക്കില്ല എന്ന് പറയുന്നുവോ അത് ആദ്യം നടപ്പിലാക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. ആ കേരളത്തിലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഒരു പ്രോക്സിയാണ് എന്ന് പോലും പല ആൾക്കാരും ഇവിടെ സംശയിക്കുന്നുണ്ട്.
അങ്ങനെ സംശയിക്കുന്നുള്ള ഒരാളാണ് ഞാനും. എന്തായാലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. ഈ SIR എന്ന് പറയുന്ന സാധനം എന്താണ്, ഇതെങ്ങനെയാണ് നടപ്പിലാകുന്നത്? സുപ്രീം കോടതി പോലും ഇതിന് അനുകൂലമാണ് ബീഹാറിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ SIR എന്ന് പറയുന്ന വിഷയം അവിടെ, അതായത് ബീഹാറിൽ വലിയ ചർച്ചയായി മാറാത്തത്. BJP SIR നടത്തി ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ പുറത്താക്കാൻ പോകുന്നു എന്നുള്ള ആരോപണം ഒന്നും വിലപ്പോയില്ല. അതൊക്കെ സുപ്രീം കോടതി പൊളിച്ചടുക്കി ചാക്കി കെട്ടി. പോരാതെ തന്നെ സുപ്രീം കോടതി പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് നടപ്പാകുമ്പോൾ കൂടുതൽ ആൾക്കാർ അകത്തേക്ക് വരികയല്ലേ ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നതിനെക്കാട്ടിലും പുറത്ത് നിൽക്കുന്ന ആൾക്കാർ അകത്തേക്ക് കയറുകയല്ലേ ചെയ്യുന്നത് എന്ന സുപ്രീം കോടതിയിലെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ മറ്റേ സകല ആഫീസും പൂട്ടിപ്പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്താണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞുതരാം. അത് ഇന്ന് മുതൽ നവംബർ 3 വരെ എന്താണ് ഇതിൻ്റെ പദ്ധതി? അതായത് ഇന്ന് വോട്ടർ പട്ടിക മരവിപ്പിച്ച് കഴിഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും വോട്ടർ പട്ടിക ഇപ്പോൾ സമ്പൂർണ്ണമായി മരവിപ്പിച്ച് നവംബർ 3 വരെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനാണ് പോകുന്നത്. ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള റിപ്പോർട്ട് നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു. ബീഹാറിൽ എങ്ങനെയാണോ നടത്തിയത് സമാനമായിട്ടുള്ള പ്രക്രിയ തന്നെയാണ് ഇവിടെയും നടത്താനായിട്ട് പോകുന്നത്. ഇന്നു മുതൽ നവംബർ 3 വരെ വലിയ രീതിയിലുള്ള പരിശീലനമാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും BLOമാർക്കും നൽകുന്നത് എന്നുള്ളത് ആദ്യത്തെ പോയിന്റ്. ഇനി നവംബർ 3 മുതൽ ഈ പരിശീലനം കഴിഞ്ഞ് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്? ഈ പരിശീലനം കഴിഞ്ഞ് നവംബർ 3 മുതൽ ഡിസംബർ 4 വരെയാണ് യഥാർത്ഥത്തിൽ ഹെക്റ്റിക് ആയിട്ടുള്ള ജോബ് കിടക്കുന്നത്. ഇവർ ഭവന സന്ദർശനത്തിലായിരിക്കണം. അതായത് വീടാന്തരം കയറി ഇറങ്ങി കൃത്യമായിട്ട് വോട്ടർ പട്ടിക പുനർക്രമീകരിക്കണം. അതിൻ്റെ ലിസ്റ്റ് കൃത്യമായിട്ട് എടുക്കണം. ഈ കൃത്യമായിട്ട് എടുക്കുമ്പോൾ അതൊരു ഹെക്റ്റിക് ആയിട്ടുള്ള ജോബാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ബീഹാറിൽ ഇങ്ങനെ വീടാന്തരം കയറി ഇറങ്ങി നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി തന്നെ പല തരത്തിലുള്ള അഡ്വൈസസും മുന്നിലേക്ക് വെച്ചു. നിങ്ങളിങ്ങനെ വീടാന്തരം കയറി ഇറങ്ങി അവരെല്ലാം വോട്ടർ പട്ടികയിൽ പിടിച്ച് ചേർക്കുന്നതിന് പകരം ഒരു കാര്യം ചെയ്യും. 2003 2002 ആണല്ലോ അവസാനത്തെ SIR വന്നത്, അതായത് അവസാന വോട്ടർ പട്ടിക പുനർക്രമീകരണം നടത്തിയത്. നിങ്ങളൊരു കാര്യം ചെയ്യും, അവരുടെ അടുത്ത് പോയിട്ട് ഈ ഫോം അങ്ങോട്ട് കൊടുക്കുക. ഈ ഫോം അവർ പൂരിപ്പിച്ച് തരുമ്പോൾ ഇവർ, അതായത് ഈ ഫോം പൂരിപ്പിച്ച് തന്ന ഈ ആൾക്കാർ 2003 വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് നോക്കും. 2003 വോട്ടർ പട്ടികയിൽ ഇവരുണ്ടെങ്കിൽ ഇവരെ ഇപ്പോൾ നിങ്ങളകത്തേക്ക് കയറ്റിക്കോ, ഒരു പ്രശ്നമില്ല. അവരൊരു രേഖയും കാണിക്കേണ്ട ആവശ്യമില്ല. അവർ 2003 പട്ടികയിലുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളവരെ വീണ്ടും രേഖ കാണിച്ച് വലിച്ചു ചേർക്കാനായിട്ട് നിൽക്കുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യും, 2003 2002 പട്ടികയിലുണ്ടെങ്കിൽ അവരെ കയറ്റിക്കോ, നോ പ്രോബ്ലം. അങ്ങനെ അവരെ കയറ്റിയപ്പോൾ തന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെയും BLOമാരുടെയും ഉദ്യോഗസ്ഥരുടെയും പകുതി പണി കുറഞ്ഞു. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഇവർ വരികയാണെങ്കിൽ ഇവർ ഇന്യൂമറേഷൻ ഫോം തരും. ഈ ഇന്യൂമറേഷൻ ഫോം നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങൾ 2003 2002 പട്ടികയിലുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പട്ടികയിലുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ പട്ടികയിലുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ യാതൊരുവിധ രേഖയും കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ വീട്ടിലെ വേറൊരാൾ, അത് നിങ്ങളുടെ മകനായിരിക്കാം, മകളായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം, വാട്ട് എവർ ദ റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവരെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങളുടെ മകനാണോ ഇത്? അപ്പോൾ നിങ്ങൾ പറയും അതെ സാർ എൻ്റെ മകനാണിത്. മകനാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകളുണ്ടോ? രേഖകളുണ്ട് സാർ. ആധാർ കാർഡ് അങ്ങോട്ട് എടുത്ത് കാണിച്ച്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങോട്ട് എടുത്ത് കാണിച്ച്, ഇതെല്ലാം എടുത്ത് കാണിക്കുമെന്ന് പറയും. അങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ ഓക്കെ, തെളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ യവനെയും കയറ്റിക്കോ, നോ ഇഷ്യൂസ്. അതായത് ഒരു പ്രശ്നവുമില്ല, അവനും അതിനകത്തോട്ട് കയറി കഴിയും. ആദ്യം ആധാർ കാർഡ് എന്ന് പറയുന്ന സാധനം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞു ആധാർ കാർഡ് അംഗീകരിക്കണം. കാരണം ആധാർ കാർഡ് അംഗീകരിച്ച് അകത്തേക്ക് കയറ്റണം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു? ഇലക്ഷൻ കമ്മീഷൻ ആദ്യം പറഞ്ഞ ഈ ആധാർ കാർഡ് എന്ന് പറയുന്ന സംഭവം ഈ വ്യാജരേഖയായിട്ട് ചമയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചമയ്ക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആധാർ കാർഡ് പരിശോധിക്കും, നിങ്ങൾ വ്യാജരേഖയല്ല എന്നറിയാനായിട്ട് അത് പരിശോധിക്കും. അത് പരിശോധിക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ രാജ്യം നവീന ശിലായുഗത്തിലൊന്നുമല്ലല്ലോ കിടക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ പരിശോധിക്കാം. അങ്ങനെയാണെങ്കിൽ ആധാർ കാർഡ് ഈ 11 രേഖകളിൽ 12ാമത്തെ രേഖയായിട്ട് ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞ് ആധാർ കാർഡ് അംഗീകരിച്ചു. അങ്ങനെ 2003 വരെയുള്ള ആൾക്കാരുടെ പട്ടിക എടുത്ത് ആ പട്ടികയിൽ ഇപ്പോൾ പോകുന്ന വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് ജോയിൻ്റായി അവർക്ക് ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ മക്കളുടെ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ പ്രായമായെങ്കിൽ ഒരു ബന്ധം, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതെൻ്റെ അച്ഛനാണ്, അമ്മയാണ്, കൊച്ചച്ഛനാണ്, കുഞ്ഞമ്മയാണ്, വല്യമ്മയാണ്, വല്യച്ഛനാണ്, കുഞ്ഞമ്മയുടെ മാപ്പിളയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ബന്ധം തെളിഞ്ഞു കഴിഞ്ഞു, അതിനുള്ള രേഖകളും കിട്ടിക്കഴിഞ്ഞുവെങ്കിൽ നിങ്ങളും കയറിക്കോ എന്ന് പറയും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത്രയും സിമ്പിളായിട്ടുള്ള, ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെയാണ് ഈ ഭവന സന്ദർശനം നടക്കുന്നത്. ഇനി 2002 പട്ടികയിൽ
മാത്രമല്ല വേറൊരു എക്സെപ്ഷൻ കൂടെ ഇതിനകത്തുണ്ട്. 2015 പട്ടികയിൽ നിങ്ങളുണ്ടെങ്കിലോ, 2015 പട്ടികയിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഈ ഫോം ഓഫ് പൂരിപ്പിച്ച് തന്നാൽ നിങ്ങൾ രേഖകളൊന്നും കാണിക്കേണ്ട. അങ്ങനെ രേഖകൾ കാണിക്കാതെ നിങ്ങൾക്ക് അകത്തോട്ട് കയറാം. കാരണം ഈ പട്ടികയിൽ നിങ്ങളുണ്ട്, നോ പ്രോബ്ലം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ എല്ലാം സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റലായിട്ടാണ് ഈ ഇന്യൂമറേഷൻ ഫോം തരുന്നത്. അങ്ങനെ ഡിജിറ്റലായിട്ട് സ്വീകരിക്കാൻ പറ്റാത്തവർക്ക് വീട്ടിലെത്തി BLOമാർ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ കൊടുക്കും. ഇങ്ങനെ ഡിജിറ്റലായിട്ട് നിങ്ങൾ രേഖ പൂരിപ്പിക്കുകയാണെങ്കിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇവർ നിങ്ങളുടെ വീട് സന്ദർശിക്കും. വീട് സന്ദർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഇവർ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ സമയത്ത് ഞാൻ വീട്ടിലില്ല, ഞാൻ ഓഫീസിലാണ്, മലയാളികളുടെ കാര്യമാണല്ലോ, ഞാൻ ചിലപ്പോൾ ഓഫീസിലായിരിക്കും, ചിലപ്പോൾ ഞാനൊരു ടൂറിലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഞാൻ ടൂറിലേ ആയിരിക്കില്ല, ചിലപ്പോൾ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കൊനിഷ്ഠ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നമ്മുടെ മലയാളികളും മിടുക്കരാണ്, പ്രത്യേകിച്ച് കമ്മികൾ. സുഡാപ്പികൾ പിന്നെ അതൊന്നും ചോദിക്കില്ല, വെട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് BLO പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന BLO ഉണ്ടല്ലോ, ആ ഓഫീസർ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ, അയാളുടെ നമ്പർ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കാണും. ആ സൈറ്റിൽ നിന്ന് ആ നമ്പർ എടുക്കുക, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ എടുക്കുക. എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അയാളെ വിളിക്കുക. വിളിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമുള്ളത് ഒരു സമയം നിശ്ചയിക്കുക. പുള്ളി വന്ന് കണ്ടോളും നിങ്ങളെ. ഒരു പ്രശ്നവും അതിനകത്ത് വരാനായിട്ടുള്ള സാധ്യതയില്ല. വേണമെങ്കിൽ ഇവിടെ കമ്മിക്കൂട്ടന്മാർക്കും സുഡാപ്പികൾക്കും ഒരു കൊനിഷ്ഠ പറയാം. അതായത് ഞാനെടുത്ത് അങ്ങോട്ട് വിളിക്കണോ? അത് ശരി, ഇതെന്ത് എൻ്റെ ആവശ്യമാണോ ഇത്? സ്വന്തം രാജ്യത്തിൻ്റെ കാര്യമാണ്, പിന്നെ അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നീ വിളിക്കണ്ടേ, ഇത് നമ്മുടെ ആവശ്യമാണല്ലോ, അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മളങ്ങോട്ട് വിളിക്കുക. 3 തവണ നമ്മളെ വീട് സന്ദർശിക്കാം. 3 തവണയിൽ ഏതെങ്കിലും ഒരു തവണ വീട്ടിൽ ഉണ്ടായിരിക്കണം. ദയവ് ചെയ്ത് 3 തവണ വരും നമ്മൾ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു തവണ ആ വീട്ടിലുണ്ടായിരുന്നാൽ മാത്രം മതി മഹാരാജ എന്നാണ് BLO പറയുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടായിരുന്നാൽ മതി. വന്നിട്ട് ഞങ്ങളൊരു ഡിജിറ്റൽ ഒപ്പ് മേടിച്ചോളാം. ഒന്നും ചെയ്യേണ്ട, നമ്മൾ മേടിച്ചോളാം. ഇനിയിപ്പോൾ എഴുത്തും വായന അറിഞ്ഞൂടാ എന്നൊന്നും പറയേണ്ട. അരക്ഷിതാവസ്ഥയാണ്, നിരക്ഷരരാണ് എന്നൊന്നും പറയേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഞങ്ങൾ മേടിച്ചോളാം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നിങ്ങൾ മേടിച്ചോളാം. അപ്പോൾ പിന്നെ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മകൻ അവനിപ്പോൾ കാനഡയിലോ അല്ലെങ്കിൽ പിന്നെ UK അല്ലെങ്കിൽ ഗൾഫിലോ ആണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം, ഇത് കൊനിഷ്ഠ ചോദ്യമാണ്, ഉന്നയിക്കും. ഒരു പ്രശ്നവുമില്ല, നമ്മൾ കൃത്യമായിട്ട് അവന്മാർക്കുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ഫോമുണ്ട്, അത് പൂരിപ്പിച്ചോളാം. ഒരു കാര്യമില്ല. ശരി, ഇപ്പം നമ്മൾ ഇതിലൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതായത് ഇതെല്ലാ പ്രക്രിയയും കഴിഞ്ഞു, ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു, പട്ടിക പ്രസിദ്ധീകരിച്ചു. അപ്പോൾ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ എങ്കിലും പ്രശ്നമില്ല, എങ്കിലും വന്നെടുത്തോളാം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അതിനും പ്രോസസ്സൊക്കെ ഉണ്ട് ഇവിടെ, ഒരു പ്രശ്നമില്ല. അതിന് സൈറ്റുണ്ട്, പ്രോസസ്സുണ്ട്, കയറി ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ട്. അപ്പോൾ ഈ നവംബർ 3 മുതൽ ഡിസംബർ 4 വരെ 2ാം ഘട്ടം ഭവന സന്ദർശനം, അതിനകത്താണ് കിടിപിടിയൊക്കെ നടക്കുന്നത്. അതിനുശേഷം ഡിസംബർ 9 കരട് പട്ടിക പുറത്തിറക്കും. ഈ കരട് പട്ടിക പുറത്തിറക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇളവുമല്ലോ. ഇവിടെ ഉള്ള കുറേ എണ്ണത്തിന് ഇളവും, അരപ്പിരി ലൂസാണ് എല്ലാം. അപ്പോൾ യുവമാർക്കൊക്കെ ഇളവി കഴിയുമ്പം എന്താണ് നമ്മുടെ സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്നത്? ഒരു ജനാധിപത്യ രാഷ്ട്രമാണല്ലോ. ഇതൊക്കെയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച് ഡിസംബർ 9 മുതൽ ഈ ജനുവരി 8 വരെ, എത്രയാണ്? ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെ 1 മാസം സമയമുണ്ട്. ഇപ്പോഴേ എടുത്ത് പറയുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഈ സുഡാപ്പികളും കമ്മികളും വന്ന് പറയും ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ ആരും ഇത് അറിഞ്ഞേയില്ല എന്ന് പറയുന്നൊരു സ്വഭാവമാർക്കുണ്ട്. അതുകൊണ്ട് എടുത്ത് പറയുകയാണ്, ഡിസംബർ 9 മുതൽ അടുത്ത വർഷം ജനുവരി 8 വരെ പരാതി സ്വീകരിക്കൽ എന്ന് പറഞ്ഞൊരു സെറ്റപ്പുണ്ട്. മനസ്സിലായില്ല? അതായത് നിനക്കൊക്കെ എന്തെങ്കിലും കെണ്ടാന്തരം പിടിച്ച പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുവരണം കേട്ടോ. പേരിൻ്റെ അറ്റം മാറിപ്പോയി, വാല് വെട്ടിപ്പോയി, തുമ്പില്ല എന്നൊക്കെ ഉള്ള പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുവരണം. അങ്ങനെ പേരിൻ്റെ അറ്റവും വാലും തുമ്പും ഒന്നും ഇല്ലെങ്കിൽ എല്ലാം നമ്മൾ അതിനകത്ത് ചേർത്ത് തരാം. ചിലവന്മാർക്ക് ഈ പേരിൻ്റെ സെറ്റപ്പൊക്കെ, അതായത് പേരിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ട് മാറിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. അതിലൊരു ഹതഭാഗ്യനാണ് ഈ ഞാൻ. അതായത് എൻ്റെ പേര് ധനുഷ് എന്നാണ്. ചിലയിടത്ത് പോകുമ്പോൾ DHANUSH എന്ന് എഴുതും, ചിലയിടത്ത് പോകുമ്പോൾ DANUSH എന്ന് എഴുതും. ആധാർ കാർഡിൽ DH ആണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കാർഡിൽ DA ആയിരിക്കും. ഇനി നേരെ ബാങ്കിൻ്റെ പാസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ DH ആയിരിക്കും. യുവമാരിയുടെ എന്തെങ്കിലും രേഖ കൊണ്ടുവന്ന് പറയുമ്പോൾ ഞാൻ ആധാർ എടുത്ത് കൊടുക്കും. അപ്പോൾ പറയും ഇതിൽ DH ഇതിൽ DA, രണ്ടും കൂടെ ഒത്തുപോകില്ല. അപ്പം ഞാൻ പറയാം അത് ഞാൻ തന്നെയാണ്, നിങ്ങൾ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്ന് എന്താണ് തെളിവുള്ളത്? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മുമ്പിൽ നിൽക്കുകയാണല്ലോ, അതൊന്നും പോലെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് കൊണ്ടുവരണം. നിങ്ങൾ ശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾക്കറിയില്ല നിങ്ങൾ ശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് യുവമാർ പറയുന്നത്. അന്യായ മുടയാണെന്ന് ഒരു നിമിഷം ഭൂമി വളർന്ന് അന്തർദാനം ചെയ്തു പോയാലോ എന്ന് ആ സമയത്ത് എനിക്ക് ചിന്തിച്ചു പോകും. അവസാനം ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറഞ്ഞ പാടാണ്
പാടെൻ്റെ പൊന്നടാവേ, അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ അനുഭവിച്ച ഒരു തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഇതുപോലത്തെ സുവർണാവസരങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കിടുക്കാച്ചിയായിട്ട് എന്ത് ചെയ്യാനുള്ളതാണ്, ഉപയോഗിക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഈ ഭവന സന്ദർശനത്തിനായിട്ട് വരുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ 2003-ലോ 2015-ലോ പട്ടികയിലുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ മാറ്റാൻ കേട്ടോ. ഫോട്ടോയൊക്കെ മാറ്റാൻ നല്ല കിടുക്കാച്ചിത ദിങ്ങനെ നിൽക്കുന്ന ഫോട്ടോയൊക്കെ കൊടുക്കാനുള്ള സാഹചര്യവും സെറ്റപ്പൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് സുന്ദരമാണ്, അല്ലെങ്കിൽ ഇത്രയ്ക്ക് സിമ്പിളാണ് ഈ കാര്യങ്ങൾ. പക്ഷേ നമ്മളെ സുഡാപ്പി ചാനലുണ്ടല്ലോ, മീഡിയ ഫൺ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ രാജ്യം നശിക്കാൻ പോണേ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിപ്പോവും. ഇപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വളരെ സിമ്പിളാണ്. ഇനി ആ അടുപ്പ് കൂട്ടി ചർച്ച വരാനിരിക്കുന്നുള്ളൂ. അതിനകത്ത് ഇനി എന്തൊക്കെ കണ്ടകളിൽ നിന്ന് എന്തൊക്കെ കണ്ടാന്തരമാണ് വിളിച്ച് പറയുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെയാണ്, അതെ, പരാതി സ്വീകരിക്കുക. അതുവരെ എത്തി. നിനക്കൊക്കെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കൊണ്ടുപോവാ. അത് കഴിഞ്ഞ് നീ സമയം കഴിഞ്ഞു പോയി എന്നൊന്നും പറയല്ല. നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലെ ഈ ഇലക്ഷൻ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ സംഭവമൊക്കെ പരാതി സമർപ്പിക്കാനുള്ള സമയം കാണും. അതെല്ലാം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഒബ്ജക്ഷൻ യുവർ ഓണർ ഇരേടാ അവിടെ എന്ന് പറയാൻ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ട് സാധിക്കൂ. നിൻ്റെ ഒബ്ജക്ഷൻ ഇവിടെ എടുക്കുന്നില്ല എന്ന് പറയാൻ മാത്രമേ കഴിയൂ. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ പരാതി സ്വീകരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇനി അവിടെയും കഴിഞ്ഞില്ല, ഇനി നിങ്ങൾക്ക് ഇനിയുണ്ട് സെറ്റപ്പ്, ഇനിയുണ്ട്. അതായത് ഈ ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെ പരാതി സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഹിയറിംഗ് വെരിഫിക്കേഷനാണ്. അത് ജനുവരി 31 വരെ ഉണ്ട്. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, നമുക്ക് പറഞ്ഞ് തീർപ്പാക്കാം. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമ്മളൊന്നും വിഷയമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞ് തീർപ്പാക്കാം. അതുകൊണ്ട് 31 വരെ ഹിയറിംഗ്. എന്താണ് പരാതി കേൾക്കാം, ഒരു പ്രശ്നവുമില്ല. ഇനി അച്ഛൻ തട്ടിപ്പോയോ, അമ്മ തട്ടിപ്പോയോ, അല്ലെങ്കിൽ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടോ, വോട്ടർ പട്ടികയിലില്ലേ, ഇനി തട്ടിപ്പോയ അച്ഛൻ വോട്ടർ പട്ടികയിലുണ്ടോ, ചത്താലും ചത്തില്ലെങ്കിലും 5 സഞ്ചയനമാണോ, എന്താണ് പ്രശ്നം ഒന്ന് പറയൂ എന്നുള്ള രീതിയിൽ ജനുവരി 31 വരെ നിങ്ങൾക്ക് ഇതെല്ലാം വെരിഫൈ ചെയ്ത് ക്ലാരിഫൈ ചെയ്യാനുള്ള എല്ലാവിധ ഓപ്ഷൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞ പാട്. ഇനി അടുത്തതായിട്ട് എന്താണ് സെറ്റപ്പ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 7 ഐശ്വര്യമായിട്ട് അന്തിമ പട്ടിക സമർപ്പിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഫെബ്രുവരി 9 വോട്ടർ പട്ടികയിലെ അന്തിമമായിട്ടുള്ള ക്രമം വരും. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ബായിമാരും ബായന്മാരുടെ കൂടെ വന്നവന്മാരും കള്ളനും കൊലപാതകയും കാവക്കാരനും എല്ലാം ഇതിനകത്തുനിന്ന് പുറത്താവുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കും. ഇനിയാണ് കളി. അത് ഞാൻ പറഞ്ഞു തരാം. അതവിടെ നിൽക്കട്ടെ, കുറച്ച് കാര്യങ്ങളൂടെ പറയണം. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാകും. ഈ പൂർത്തിയായി കഴിഞ്ഞ ശേഷം എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്? ഇതിൻ്റെ ഇടയിൽ ഒരു വമ്പൻ കലാപമൊക്കെ നടക്കാനുള്ള നല്ല ഗംഭീരമായിട്ടുള്ളൊരു സ്കോപ്പുണ്ട് കേട്ടോ. നല്ല അടിക്കുള്ള സ്കോപ്പുണ്ട്. അടിയെന്ന് പറഞ്ഞാൽ അടിച്ചൊതുക്കാനുള്ള സ്കോപ്പാണ്. കുറേ നാളായിട്ട് കേന്ദ്രത്തിൻ്റെ കൈ തരിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ബംഗാളിൽ നീയൊക്കെ അവിടെ കൊടുത്തത്, അതായത് നീയൊക്കെ അവിടെ തന്നത് തിരിച്ച് തരാനുണ്ടല്ലോ. നമ്മുടെ ശിവാജിയിൽ രജനീകാന്ത് പറയുന്നത് പോലെ രജനീകാന്തിന് ഓരോ അടി അടിക്കുമ്പോഴും രജനീകാന്ത് അതിൽ 1, 2, 3 എന്ന് എണ്ണും. അപ്പോൾ അവിടെയുള്ള പോലീസുകാരും പറയും എണ്ണറേ, അപ്പോൾ പറയും തിരുപ്പി കൊടുക്കുക വേണം. അത് പറഞ്ഞ പോലെ കുറേയൊക്കെ അവിടെ അട്രോസിറ്റീസ് കാണിച്ചതല്ലേ. ദുർഗാപൂജ വരുമ്പോഴും കാളിപൂജ വരുമ്പോഴും അവിടെ എന്തോരം അട്രോസിറ്റീസാണ്. ബംഗ്ലാദേശിൽ നടക്കുന്നതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള അട്രോസിറ്റീസാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ തിരുപ്പി തരാറുണ്ട്. ഇനി അടുത്തത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഇടയിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ. ഡിസംബറിലാണ് നമ്മുടെ കൗൺസിൽ ഇലക്ഷൻ വരാൻ പോകുന്നത്, കൗൺസിലർ ഇലക്ഷൻ. അപ്പോൾ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇതൊക്കെ വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ നടക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ കൗൺസിലർ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പട്ടിക നേരത്തെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പട്ടിക ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞു. 2,84,30,761 പേരാണ് കേരളത്തിൽ വോട്ടർമാരായിട്ടുള്ളത്. അത് പോട്ടെ, അവർ വോട്ട് ചെയ്തോട്ടെ, അതിനെ ഇത് ബാധിക്കുന്നില്ല. ഇത് നിയമസഭയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇതിനെ നമ്മൾ ബാധിക്കുന്നില്ല. ഇതിൽ നമ്മൾ ബാധിക്കപ്പെടാൻ പാടില്ല എന്ന് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെയാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നേക്ക് പോകുന്നത്. അപ്പോൾ അത് ക്ലിയറായി. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടും. അതാണ് ചുമ്മാ തുരുമ്പെടുത്ത ഫാനിൻ്റെ മൂട്ടിൽ ഇങ്ങനെ ഇരുന്ന് കാറ്റും കൊണ്ട് ഇങ്ങനെ വായും വളർന്ന് വെച്ച് ഉറങ്ങണമല്ലേ. ഇടയ്ക്ക് ഈച്ച വരുമ്പോൾ ഇങ്ങനെ ബ്ലും എന്ന് പറഞ്ഞിങ്ങനെ ചൊല്ലണ്ടി കളയും. അപ്പോൾ കുറച്ചൊക്കെ കഷ്ടപ്പെടാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണല്ലോ, കുറച്ചൊക്കെ കഷ്ടപ്പെടാം. അല്ല, നമ്മുടെ പാർട്ടി അണികളുണ്ടല്ലോ, അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അവർക്ക് വോട്ട് ഉറപ്പാക്കണ്ടേ. അതിന് അവർക്ക് വീട്ടിലോട്ട് കയറണം. അപ്പോൾ വീട്ടിലോട്ട് കയറുമ്പോൾ ഈ 2 പണിയും കൂടെ വരുമ്പോൾ ഉള്ള ഒരു ഹെക്റ്റിക്കായിട്ടുള്ളൊരു ജോബാണ്, ഇരട്ടി പണിയാണ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നാലും അണികൾ വീട്ടിലോട്ട് പോകുന്നുണ്ടല്ലോ, കൂട്ടത്തിൽ ഇതുകൂടെ അങ്ങ് ചെയ്തേ. അപ്പോൾ ഹെക്റ്റിക്കല്ലല്ലോ, മറ്റേത് 2 വട്ടം പോകണ്ടേ. എന്തായാലും നിങ്ങൾ ഈ കമ്മിക്കുട്ടന്മാരൊക്കെ ഈ പൊതിച്ചോറിനൊക്കെ 3-4 വട്ടമൊക്കെ വീട്ടിലോട്ട് കയറി ഇറങ്ങുന്നില്ലേ, ജനങ്ങളുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ. അതുകൊണ്ട്
കയറിയല്ലേ കുഴപ്പമില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത്. സുപ്രീം കോടതി പോലും കൃത്യമായിട്ട് അംഗീകരിച്ച കാര്യമാണ്. ബീഹാറിലൊന്നും ഒരു പ്രശ്നമില്ല, ഇത് നടന്നു കഴിഞ്ഞു. അവിടെ ഏകദേശം 47 ലക്ഷം പേര്, കുറേ ഭായിമാരുണ്ട്, കുറേ ബംഗ്ലാദേശികളുണ്ട്, കുറേ മരിച്ച ആൾക്കാരുണ്ട്. പിന്നെ അവർ ഈ നമ്മളെ നാട്ടിലൊക്കെ മരിച്ച ആൾക്കാർ കർക്കിടക വാവനും പിന്നെ ഇലക്ഷൻ്റെ ദിവസമാണ് നാട്ടിലോട്ട് വരുന്നത്. ഒന്ന് വോട്ടിടാനും പിന്നെ ബലിക്കാക്കായിട്ട് ഒന്ന് ചോറ് കുത്തി തിന്നാനും, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ രാജ്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി. അപ്പോൾ ജനാധിപത്യവും അതിനനുസരിച്ച് ശക്തി പ്രാപിക്കണം. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സുഡാപ്പികൾ ഇപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു. അവന്മാർ എനിക്ക് മനസ്സിലാവുന്നില്ല യവന്മാരെയൊക്കെ. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുമ്പം യവന്മാർ പറയുന്ന അയ്യോ മുസ്ലിങ്ങളെയൊക്കെ അടിച്ച് പുറത്താക്കുന്നേ, പോരാത്തതിന് ഹിന്ദു മുസ്ലിങ്ങളെ രണ്ടായിട്ട് വിഭജിക്കുന്നു, പോരാത്തതിന് ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം മതം പറഞ്ഞ് രാജ്യത്തെ വിഭജിക്കില്ലേ എന്ന് പറയും. ശരി, എങ്കിൽ പിന്നെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരട്ടെ. അയ്യോ അവിടെ നമ്മളെ വിഭജിക്കുന്നേ എന്നാണ് പറയുന്നത്. എടാ നിൻ്റെയൊക്കെ തലയ്ക്ക് വല്ല ഓളമുണ്ട്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. രാജ്യത്തിന് എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവരുമ്പോൾ അവൻ്റെയൊക്കെ കോണ എനിക്ക് മനസ്സിലാവുന്നില്ല മിസ്റ്റർ. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ഹിറ്റ്ലറാണ് എന്ന് പറഞ്ഞു വരുത്തും, ഹിറ്റ്ലറാണ് മുസോളിനിയാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തും. അപ്പോൾ ഹിറ്റ്ലറാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഹിറ്റ്ലർ ഒരു മോശപ്പെട്ട മനുഷ്യനാണ്, അത്രയ്ക്ക് ക്രൂരനാണ് നരേന്ദ്രമോദി എന്ന് അല്ലേ അതിൻ്റെ അർത്ഥം? അതേസമയം ഇസ്രയേൽ ഗാസയിലോട്ട് 2 മിസൈൽ അയക്കുമ്പം വെറുതെ അല്ലടാ ഹിറ്റ്ലർ നിന്നെയൊക്കെ കൊന്നൊടുക്കിയത് ജൂതന്മാരെ എന്ന് പറയും. അവിടെ ഹിറ്റ്ലർ കിടിലമായി. ഇവിടെ നരേന്ദ്രമോദിയുടെ കേസ് പറയുമ്പോൾ ഹിറ്റ്ലർ തനി കൂറ കക്കൂസ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹിറ്റ്ലർ ആരാണ്? അയ്യോ മഹാൻ, ജൂതന്മാരെ കൊന്നൊടുക്കി. ഇതെങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തലയ്ക്ക് വല്ല ഓളമല്ല, മതം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അതാണ് പറയാതിരിക്കുക, നിവൃത്തിയില്ല. സീരിയസ് ആയിട്ട് പറയാതിരിക്കുക. യാതൊരു ഇത് മാത്രമല്ല, വേറെ പല സെറ്റപ്പും ഉണ്ട്. രാഹുൽ ഗാന്ധി വോട്ട് ചോരി കൊണ്ടുവരുമ്പോൾ പറയാം അയ്യോ വോട്ടർ ലിസ്റ്റ് മൊത്തം തകർന്ന് തരിപ്പണമായി, നരേന്ദ്രമോദി ആളെ കുത്തിക്കയറ്റി വോട്ട് ചോരി നടക്കുകയാണെന്നൊക്കെ പറയും. എന്നാൽ പിന്നെ വോട്ടർ ലിസ്റ്റ് പരിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ അയ്യോ ഞങ്ങളെ പിടിച്ച് പുറത്താക്കാൻ പോണേ എന്ന് പറഞ്ഞുകൊണ്ട് വരും. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഒരു കലാപമൊക്കെ വരുന്നുണ്ട്, നമുക്ക് കാത്തിരിക്കാം. ഹാങ് ഓൺ. ചന്തിയിൽ എന്തായാലും പാള വെച്ച് കെട്ടിക്കോ. അപ്പോൾ ശരി.